Good morning everyone. I am Dr. Adira from Prana Homeopathy. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മുടെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനുള്ള ഡയറ്റ്സിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലും റേഞ്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഏതാണ്, അതുപോലെ തന്നെ എന്ത് ഫുഡ് നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർ കഴിച്ചുകൂടാ എന്നുള്ള രീതിയിലുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രൈഗ്ലിസറൈഡ് എപ്പോഴും ഒരു 150 ബിലോ ആണ് നമ്മൾ എപ്പോഴും ഒരു ഡിസൈറബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അതൊരു 1 to 199 എന്നൊക്കെ പറയുന്ന ഒരു ബോർഡർ ലൈൻ റേഞ്ചാണ്. അതുപോലെ തന്നെ 200 എബോ, ഒരു 400 എബോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹൈ റേഞ്ചാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ റിസ്കി ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ അവിടെ മെഡിസിനൽ മാനേജ്മെൻറ്റ് തന്നെ ട്രൈഗ്ലിസറൈഡിനെ മെഡിസിൻ വെച്ച് തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് 400 എബോ ഒക്കെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ആഹാര രീതി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മുടെ ചോറ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അരിയുടെ അളവ് കുറയ്ക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നത്. നമ്മുടെ എണ്ണപ്പലഹാരമൊക്കെ കഴിക്കുന്നതിലുപരി നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഒരു നേരം ചോറ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ കറികൾ, കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളൊരു പോർഷൻ കൺട്രോൾ വെച്ച് തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ചോറ് കുറച്ച് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് നല്ല, ഇപ്പോൾ നമുക്കറിയാം ഒരു 100 ഗ്രാം റൈസൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 200 കലോറിയൊക്കെയാണ് റൈസ് കഴിക്കുന്നതുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈസിൻ്റെ അളവ് എത്രത്തോളം കുറയ്ക്കുന്നു, ഇപ്പോൾ നിങ്ങളൊരു വെയിറ്റിൻ്റെ ഒരു 10% കുറച്ചാൽ തന്നെ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ഭയങ്കര ഹൈ റേഞ്ചിൽ ഒരു 350 ഒക്കെ നിൽക്കുവാണെങ്കിൽ തന്നെ അത് 250 ബിലോ ഒക്കെ ആകും. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ അരിയുടെ അളവ്, നമ്മുടെ ചോറിൻ്റെ അളവ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പറയേണ്ട കാര്യം നമ്മുടെ ഷുഗറാണ്. നമ്മൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവർ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കര ഹൈ ആയിട്ട് പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷനും നമ്മുടെ ട്രൈഗ്ലിസറൈഡൊക്കെ കൂടുന്നതിനൊരു കാരണമാകും. അപ്പോൾ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം വൈറ്റ് പോയിസൺ എന്നാണ് നമ്മൾ ഷുഗറിനെ പറയുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. മൈദ അടങ്ങിയ പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കുറയ്ക്കണം. ട്രൈഗ്ലിസറൈഡ് ഉള്ളവരാണെങ്കിൽ മാക്സിമം കുറേയൊക്കെ പലഹാരം, മൈദ അടങ്ങിയ ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ നമുക്കറിയാം നമ്മൾ ഏത് തരം ഫാറ്റാണ്, ഇപ്പോൾ ട്രാൻസ് ഫാറ്റും അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റും നിങ്ങളുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ മദ്യപാനവും നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും മറ്റ് വാല്യൂസ് വേരിയേഷൻ ഉണ്ടാക്കാൻ വളരെയധികം കാരണമാകുന്ന ഒരു കാര്യമാണ്. മദ്യപാനമുള്ള ആൾക്കാരിൽ ട്രൈഗ്ലിസറൈഡ് ഭയങ്കര കൂടുതലായിട്ട് കാണലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൻ്റെ സമയം, നിങ്ങളൊരു റെഗുലർ ടൈമിന് ഫുഡ് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുഡ് എപ്പോഴും ഒരു മാക്സിമം ഒരു 8 മണിക്ക് മുന്നേ ഡിന്നർ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. അപ്പോൾ എപ്പോഴും ഒരു കൃത്യമായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ളൊരു കൃത്യമായ സമയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഐസ്ക്രീംസും ചോക്ലേറ്റ്സൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കണം. ഇപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യം കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അവർക്ക് ഈ ഫാറ്റ് ഭയങ്കരമായിട്ട് ട്രൈഗ്ലിസറൈഡൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരം ഫാറ്റാണ് നമുക്ക് വേണ്ടാത്തതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസ് ഫാറ്റും നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റും ആണ് നമുക്ക് കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ് റൈസ് ചെയ്യാൻ കാരണമാകുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ് ഫാറ്റിൽ വരുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നതാണ് നമ്മുടെ ചിപ്സ്, നമ്മുടെ ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കണം. കാരണം അത് നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിനായിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ ഇൻടേക്കൊക്കെ കുറയ്ക്കുക, മദ്യപാനം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫാറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത, ഇപ്പം ട്രാൻസ് ഫാറ്റിൽ തന്നെ റെഡ് മീറ്റ്, നമ്മുടെ പോർക്ക്, ബീഫ് ഇങ്ങനെയൊക്കെ അധികമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കുക. അപ്പോൾ മീറ്റിൻ്റെ യൂസേജൊക്കെ കുറച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ഐസ്ക്രീംസൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്കും ട്രൈഗ്ലിസറൈഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്.